Dear students, in this video we'll be discussing few topics related to different sources of finance for a business. So usually ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഫിനാൻസിൻ്റെ സോഴ്സുകൾ എന്ന് പറയുന്നത് പല പീരീഡിനെ ബേസ് ചെയ്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാറുണ്ട്. ലൈക്ക് ലോങ് ടേം സോഴ്സസ്, ഷോർട്ട് ടേം സോഴ്സസ് ആൻഡ് മീഡിയം ടേം സോഴ്സസ്. ഒത്തിരി സോഴ്സസ് ബിസിനസ്സുകൾക്ക് അവൈലബിൾ ആണ്. അതിൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതും വളരെ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് സോഴ്സസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ഡിഫറെൻറ്റ് ടൈപ്സ് വിൽ സീ വാട്ട് ഇസ് ആക്ച്വലി എ ഫിനാൻസ് സോഴ്സ്. അപ്പോൾ ഒരു സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് ദ വേസ് ഫോർ മൊബിലൈസിങ് വേരിയസ് ടേംസ് ഓഫ് ഫിനാൻസ് ടു ദ ഇൻഡസ്ട്രീസ്. ഓരോ കമ്പനികൾക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള പൈസയെ മൊബിലൈസ് ചെയ്യാനുള്ള മാർഗങ്ങളെയാണ് സോഴ്സുകളെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. സോ ദ സോഴ്സ് വിൽ സ്റ്റേറ്റ് ഹൗ എ ബിസിനസ് ഓർഗനൈസേഷൻ ഇസ് മൊബിലൈസിങ് ദ റിക്വയർഡ് ഫണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒത്തിരി സോഴ്സസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ലോങ് ടേം സോഴ്സസിനെ പറ്റി നമുക്ക് നോക്കാം. വിൽ ലുക്ക് ഇൻ ഡീറ്റെയിൽ. ലോങ് ടേം സോഴ്സസ് എന്ന് പറയുമ്പോൾ ദീസ് ആർ ഫിനാൻസ് വിച്ച് ഇസ് മൊബിലൈസ്ഡ് ഓൺ ടേംസ് ഓഫ് റീപേബിൾ ആഫ്റ്റർ 5 or more years. മിനിമം ഒരു 5 വർഷമെങ്കിലും എടുത്ത് റീപേ ചെയ്യാവുന്ന തരത്തിലായിരിക്കും ഈ പറയുന്ന ലോങ് ടേം സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും സമയം ബിസിനസ്സിന് ഇത് റീപേ ചെയ്യാനായിട്ട് കിട്ടും എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ലോങ് ടേം സോഴ്സസ് കൂടുതലും ഉപയോഗിക്കുന്നത് ഫിക്സഡ് അസറ്റുകൾ പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകൾ മീറ്റ് ചെയ്യാനോ ആയിരിക്കും. കാരണം അത് വലിയ തുകയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അതിന് ലോങ് ടേം റീപേയ്മെൻറ്റ് ഉണ്ടാവുന്നത്. സോ ഏറ്റവും കോമൺ ആയിട്ടുള്ള ലോങ് ടേം സോഴ്സസ് എന്ന് പറയുന്നത് ഒന്ന് ഇക്വിറ്റി ഷെയർസ് ആണ്, then preference shares, long term loans, fixed deposit and retained profit. ഇതിൽ ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും ഒക്കെ നമുക്കറിയാവുന്നതാണ്. ബോത്ത് ആർ ഷെയർസ് ബട്ട് ദേ ഹാവ് ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ്. ദെൻ ലോങ് ടേം ലോൺസ് എന്ന് പറയുന്നത് ഒരു നിയർലി എബവ് 5 years ഒക്കെ റീപേയ്മെൻറ്റ് ഓപ്ഷൻ കിട്ടുന്ന ലോണുകളാണ്. ഈ ലോൺ എന്ന് പറയുന്നത് ക്രെഡിറ്റ് ആണല്ലേ ആക്ച്വലി. ആൻഡ് ദിസ് ക്രെഡിറ്റ് വിൽ ബി ദ എമൗണ്ട് വിൽ ബി ബോറോഡ് ബൈ ദ ബിസിനസ് ഫ്രം ബാങ്ക്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺ ടേംസ് ഓഫ് റീപേയ്മെൻറ്റ് എലോങ് വിത്ത് എൻ ഇൻട്രസ്റ്റ്. പലിശയോടുകൂടി ഇത്ര നാൾക്കുള്ളിൽ ഒരു ലോങ് പീരീഡിനുള്ളിൽ അത് തിരിച്ചടച്ചോളാം. അപ്പോൾ ഈ ലോങ് പീരീഡിനുള്ളിലുള്ള തിരിച്ചടവ് എന്ന് പറയുന്നത് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടായിരിക്കും. പല പല ഗഡുക്കളായിട്ട് ഈ പൈസ തിരിച്ചടയ്ക്കാം എന്നുള്ളൊരു ടേംസിലാണ് നമുക്ക് ബാങ്ക് ലോണുകൾ. ബാങ്കിൽ നിന്ന് തന്നെ ആയിരിക്കണം എന്നില്ല, മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളും അവൈലബിൾ ആണ് ഹൂ ലെൻസ് ലോൺ ടു ദ കസ്റ്റമേഴ്സ്. ദെൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ മാനേജ്മെൻറ്റിലോ ഓണർഷിപ്പിലോ ഒന്നും ഒരു ഡൈല്യൂഷനും വരാതെ തന്നെ നമുക്ക് ഈ പറയുന്ന ഒരു സോഴ്സ് നമുക്ക് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ ലോങ് പീരീഡിലേക്ക് ഒരു സം ഓഫ് എമൗണ്ട് ബാങ്കിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ ഡെപ്പോസിറ്റ് വെക്കുന്നതാണ്. ഈ ഡെപ്പോസിറ്റിൻ്റെ പുറമെ ആളുകൾക്ക് അതിൽ നിന്ന് ആളുകൾ ഇൻ ദ സെൻസ് ബിസിനസ്സുകൾക്ക് അതിൽ നിന്നും പലിശ കിട്ടും. സോ ഈ ഇൻട്രസ്റ്റ് ഇവർക്ക് ബിസിനസ്സിലൊരു സോഴ്സായിട്ട് ഉപയോഗിക്കാം. കാരണം ഇപ്പോൾ ഒരു ലോങ് ടേമിലേക്കാണ് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഇടുമ്പോൾ, ഇപ്പോൾ 20 കൊല്ലം 10 കൊല്ലത്തേക്കൊക്കെ ഇടുമ്പോൾ ഒരു അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു എമൗണ്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് ഇൻട്രസ്റ്റ് ആ ഫുൾ പീരീഡിലും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ എമൗണ്ട് നമുക്ക് സോഴ്സ് ഓഫ് ഫണ്ടായിട്ട് കാണാം. അത് മാത്രമല്ല ബാങ്കുകളിലോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ കീപ്പ് ചെയ്യുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റുകളെ കൊളാട്രലാക്കി വെച്ചുകൊണ്ട് അതിൻ്റെ പുറമേ നിന്ന് ലോണുകൾ എടുക്കാനായിട്ടും ബിസിനസ്സുകൾക്ക് പറ്റും. ആൻഡ് ഫൈനലി റീറ്റെയിൻഡ് പ്രോഫിറ്റ് ആണ്. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് source, that is equity shares. You already know, according to Companies Act 1956, equity shares എന്ന് പറയുന്നത് ഷെയറുകളാണ് വിച്ച് ഇസ് നോട്ട് പ്രിഫറൻസ് ഷെയർസ്. ബേസിക് ആയിട്ടുള്ള 2 ടൈപ്പ് ഓഫ് ഷെയർസ് ആണ്. സോ പ്രിഫറൻസ് അല്ലാത്ത ഷെയറുകളെ നമുക്ക് ഇക്വിറ്റി ഷെയർസ് ആയിട്ട് പറയാം. ഈ ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഓണർഷിപ്പിനെ അല്ലെങ്കിൽ ഓണേഴ്സിൻ്റെ ക്യാപിറ്റലിനെയാണ് അവിടെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. സോ ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ റിയൽ ഓണേഴ്സ് ആണ്. അത് ഇവർക്ക് ഈ ഒരു ഓണർഷിപ്പ് സെക്യൂരിറ്റി ആയതുകൊണ്ട് തന്നെ ഇതിന് വേറെ പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും അവർക്ക് എന്ത് ഓണർഷിപ്പാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ പ്രത്യേകതകളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ബേസിക്കലി അതിൻ്റെ ഓണർഷിപ്പ് തന്നെയാണ്. റിയൽ ഓണേഴ്സ് അവരായിരിക്കും. അതേപോലെ ഇതിന് ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. കാരണം എന്താ, പ്രോഫിറ്റ് ഉണ്ടാവണം. അതുമാത്രമല്ല, ഉണ്ടാവുന്ന പ്രോഫിറ്റിൽ നിന്നും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സുകാർക്ക് പേ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇക്വിറ്റി ഷെയർസിന് കിട്ടുന്നത്. അതുകൊണ്ട് ഇതിനൊരു ഫിക്സ്ഡ്
റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോറി, ദർ ഇസ് എ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇൻ ദ PPT. ഇറ്റ് ഇസ് നോട്ട് നോ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, ഇറ്റ് ഇസ് നോ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ, പേയ്മെൻറ്റ് ആഫ്റ്റർ ഡെറ്റ് റീപേയ്മെൻറ്റ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്താണെങ്കിൽ കൂടിയും എല്ലാവർക്കും പേയ്മെൻറ്റ് ചെയ്ത് ഡെറ്റുകൾ, കടങ്ങളെല്ലാം വീട്ടിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇക്വിറ്റി ഷെയർസിന് പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അതിനെയാണ് റെസിഡ്യൂവൽ ക്ലെയിമെൻ്റ് എന്ന് പറയുന്നത്. അതായത് ബാക്കി വരുന്നതിനെ ക്ലെയിം ചെയ്യുന്ന ആൾക്കാരാണ് ഇക്വിറ്റി ഷെയർസ്. ബാക്കി വന്നാലേ അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഇവരുടെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്. ബിസിനസ്സിനകത്തുള്ള ജനറൽ മീറ്റിങ്ങുകൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസും ഒക്കെ എടുക്കാൻ നേരം ഇവർക്ക് ആ ഡിസിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു റൈറ്റ് ഉള്ളതാണ് വോട്ടിംഗ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ റിസ്ക് ഫാക്ടർ. ഈ റിസ്ക് ഫാക്ടർ പറയാൻ കാരണം എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഡിവിഡൻഡ് കിട്ടും എന്നുള്ള ഉറപ്പൊന്നുമില്ല. കമ്പനിയുടെ റിയൽ ഓണേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ കമ്പനിയുടെ പെർഫോമൻസും അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസിലും എന്ത് സംഭവിച്ചാലും അത് ബെയർ ചെയ്യാനുള്ള റിസ്കുകളും ലോസുകളും ബെയർ ചെയ്യാനായിട്ടുള്ള ആൾക്കാരാണ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. ബട്ട് എനിവേസ് ഈ ഒരു സോഴ്സ് ഇക്വിറ്റി ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത് വഴി കമ്പനി ഫണ്ട് റേസ് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് അഡ്വാൻറ്റേജസും അതേപോലെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ലെറ്റ് us ഫസ്റ്റ് സീ വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ്. അപ്പോൾ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കമ്പനിക്കും അഡ്വാൻറ്റേജസ് ഉണ്ട്, ഇക്വിറ്റി ഷെയർസ് പർച്ചേസ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനും ഈ പറയുന്ന അഡ്വാൻറ്റേജസ് ഉണ്ട്. സോ കമ്പനിയുടെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഒന്ന്, ലോങ് ടേം ആൻഡ് പെർമനൻറ്റ് ക്യാപിറ്റലാണ്. ഇങ്ങനെ ഇഷ്യൂ ചെയ്ത് റേസ് ചെയ്യുന്ന ഫണ്ട് എന്ന് പറയുന്നത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ക്യാപിറ്റലാണ് കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള. മാത്രവുമല്ല ഇതൊരു ഇന്നോ നാളെയോ തിരിച്ചു കൊടുക്കേണ്ട ക്യാപിറ്റലല്ല. ഇറ്റ് ഈസ് ദെയർ ഇൻ ദ ബിസിനസ് ഫോർ എ ലോങ് ടൈം. ദെൻ ഫിക്സഡ് ആയിട്ടുള്ള നോ ഫിക്സഡ് ബേർഡൻ എന്ന് നമുക്ക് പറയാം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇക്വിറ്റി ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത് വഴി ഈ ഷെയർ ഹോൾഡേഴ്സിന് ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫിക്സഡ് ആയിട്ട് ഇത്ര രൂപ ഡിവിഡൻഡ് കൊടുക്കണം എന്നുള്ളൊരു ഫിക്സഡ് ബേർഡൻ കമ്പനിയുടെ പുറത്ത് ഇല്ല. അതായത് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഡിവിഡൻഡ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അതേപോലെ ക്രെഡിറ്റ് വർത്തിനെസ് ആണ്. ഈ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സിന് ഒരു സേഫ്റ്റി കൊടുക്കുന്ന സാധനമാണ് അല്ലേ. ആസ് ഇറ്റ് ക്രിയേറ്റ്സ് നോ ചാർജ് ഓൺ ദി അസറ്റ്സ് ഓഫ് ദ കമ്പനി. അതായത് കമ്പനിയുടെ അസറ്റ്സിലൊന്നും ഇതിൻ്റെ ചാർജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ക്രെഡിറ്റേഴ്സിനൊരു ക്രെഡിറ്റ് വർത്തിനെസ് അവിടെ ഫീൽ ചെയ്യും. അതേപോലെ തന്നെ ഇതൊരു റിസ്ക് ക്യാപിറ്റലാണ്. അതായത് കമ്പനിയുടെ റിസ്ക് ക്യാപിറ്റലായിട്ട് അറിയപ്പെടുന്ന സംഗതിയാണ് ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അതായത് ഒരു ബൂം പീരീഡ് വരുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, നമുക്ക് അതിൽ നിന്നും ഉപയോഗിക്കാം അല്ലേ. ഒരു മാർക്കറ്റ് പ്രൈസ് വിൽ ബി മച്ച് ഹയർ ആൻഡ് ഇക്വിറ്റി ക്യാപിറ്റൽ മേ ഗെറ്റ് ഡിവിഡൻഡ് അറ്റ് എ ഹയർ റേറ്റ്. അപ്പോൾ നല്ല കാലം വരുമ്പോൾ നമുക്ക് അതിൽ നിന്നും നല്ല രീതിയിൽ പൈസ കൊയ്യാനായിട്ട് സാധിക്കും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്. അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസ് വഴി നമുക്ക് ഷെയർ മാർക്കറ്റ് പ്രൈസ് കൂടുമ്പോൾ അതനുസരിച്ചുള്ള ഇൻകംസ് നമുക്ക് ഉണ്ടാകും. ദെൻ റൈറ്റ് ഷെയർസ് എന്ന് പറയുന്നൊരു ഫീച്ചർ നമുക്ക് പറയാം. അതായത് റൈറ്റ് ഇഷ്യൂ പോസിബിൾ ആയിട്ടുള്ള, നമ്മൾ റൈറ്റ് ഇഷ്യൂ ചെയ്യാമെന്ന് പറയാറുണ്ടല്ലോ. അതായത് പുതിയ ഫണ്ടുകൾ റേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് റൈറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് നമുക്ക് ഇക്വിറ്റി ഷെയർസ് വഴി വീണ്ടും ഫണ്ടുകൾ റേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഡിവിഡൻഡ് പോളിസി. കമ്പനി ക്യാൻ ഫോളോ ആൻ ഇലാസ്റ്റിക് ഡിവിഡൻഡ് പോളിസി ക്രിയേറ്റിംഗ് ഹ്യൂജ് റിസർവ്സ് ഫോർ ഇറ്റ്സ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് എന്നുള്ളതാണ്. നമുക്ക് ഏത് തരത്തിൽ, കാരണം ഇവർ ഓണേഴ്സ് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഇലാസ്റ്റിക് ആയിട്ടുള്ള ഡിവിഡൻഡ് പോളിസി ഇവിടെ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ആരോട് ഒരിക്കലും നമുക്ക് ഇൻട്രസ്റ്റ് ഈ മാസം കുറച്ച് തരാം, അടുത്ത മാസം ഞങ്ങളത് കോമ്പൻസേറ്റ് ചെയ്തോളാം, അത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും ചെയ്യാൻ പറ്റില്ല. ഒട്ടും ഇലാസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഡിവിഡൻഡ് പോളിസി അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഓണേഴ്സ് ആയതുകൊണ്ട് തന്നെയും കമ്പനിയുടെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ഡിവിഡൻറ്റിനകത്ത് ചെറിയ ഇലാസ്റ്റിസിറ്റി ഒക്കെ വരുത്തുകയും ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിന് എൻഹാൻസ് ചെയ്യാനും സാധിക്കും. ഇനി ഇതേ സമയം ഷെയർ ഹോൾഡേഴ്സിന്, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ ഇൻകം കിട്ടുന്നുണ്ട്. ഒരു കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ പർച്ചേസ് ചെയ്യുന്ന വഴി അവർക്ക് കൂടുതൽ ഇൻകം കിട്ടുന്നുണ്ട്. അവർക്ക് കമ്പനിയുടെ മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതുവഴി കമ്പനിയുടെ കൺട്രോളിൽ അവർക്ക് കൈകടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ ക്യാപിറ്റൽ അപ്രീസിയേഷൻ, അവർ ഇട്ട തുക ഒരു ലോങ് പീരീഡിന് ശേഷം കമ്പനിയുടെ പെർഫോമൻസ് അനുസരിച്ച് അവരുടെ ക്യാപിറ്റൽ വലുതായിക്കൊണ്ടേയിരിക്കും. ദെൻ അതേപോലെ തന്നെ ലിമിറ്റഡ് ഇൻകം ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇൻകം ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്. ആൻഡ് ഫൈനലി പ്രിയംപ്റ്റീവ് റൈറ്റ് എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലേ. അതായത് ഒരു ദ ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർസ് ടു ദി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എ കമ്പനി ഇൻ പ്രൊപ്പോർഷൻ ടു ദെയർ പ്രിവെയിലിംഗ് ഷെയർ ഹോൾഡേഴ്സ്, അതിനെയാണ് നമ്മൾ റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സ്പെഷ്യൽ പ്രിവിലേജ്
അല്ലേ? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നുണ്ട് പ്രിയംറ്റീവ് റൈറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് എനേബിൾസ് ദി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ടു ബൈ അഡീഷണൽ ഇക്വിറ്റി ഷെയർസ് ബിഫോർ അലോട്ട്മെൻറ്റ് ടു ദ ഫ്രഷ് ആപ്ലിക്കൻസ്. ഇനി രണ്ടാമതൊരു ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പുതിയ ആപ്ലിക്കൻസിനെ അലോട്ട് ചെയ്യുന്നതിന് മുൻപേ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ അഡീഷണൽ ഇക്വിറ്റി പർച്ചേസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. കാരണം അതെന്തിനാണ് അങ്ങനെ ഒരു റൈറ്റ് കൊടുക്കുന്നത്? കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൺട്രോൾ ഡൈല്യൂട്ടായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾക്ക് ഒരു ഓപ്ഷൻ, ഒരു റൈറ്റ് തരുന്നുണ്ട് മുൻകൂട്ടി അഡീഷണൽ ഷെയർസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. സോ ദീസ് ആർ ദ ബേസിക് അഡ്വാൻറ്റേജസ്. ഇനി മൂവിങ് ഓൺ ടു ഡിസഡ്വാൻറ്റേജസ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇക്വിറ്റിയിൽ ട്രേഡിംഗ് ഒന്നും പോസിബിൾ അല്ല. കാരണം ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനി കനോട്ട് ടേക്ക് എനി അഡ്വാൻറ്റേജ് ഓഫ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. കാരണം അവർക്ക് ഇക്വിറ്റി ഷെയർസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അവർക്ക് ട്രേഡിംഗ് ഒന്നും പോസിബിൾ അല്ല. ദെൻ ഓവർ ക്യാപിറ്റലൈസേഷൻ, എക്സസീവായിട്ട് നമ്മൾ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുവാണെങ്കിൽ അവിടെ ഓവർ ക്യാപിറ്റലൈസേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് അത്ര നല്ലതല്ല. അത് പിന്നീട് ഇൻവെസ്റ്റേഴ്സിൻ്റെ മൊറൈലിനെ തന്നെ അത് എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഇക്വിറ്റി ഷെയർസ് കൊടുക്കുമ്പോൾ ഒബിയസ്ലി കമ്പനിയുടെ കൺട്രോൾ ഡൈല്യൂട്ടായി പോകും. ദെൻ സ്പെക്യുലേഷൻ, അൺഹെൽത്തി ആയിട്ടുള്ള സ്പെക്യുലേഷൻ. നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നടക്കുന്നൊരു കാര്യമാണല്ലോ സ്പെക്യുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പെക്യുലേഷൻ നടക്കാനും അതുവഴി ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂസിനെ അത് മോശമായിട്ടൊക്കെ ബാധിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഇൻഫ്ലെക്സിബിലിറ്റി ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന സാധനം ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്തതാണ്. നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്ത് ഒരു ഇൻവെസ്റ്ററിൻ്റെ കയ്യിലേക്ക് പോയാൽ പിന്നെ ആ ഷെയർ വിൽക്കണമെങ്കിൽ അയാൾ വിചാരിക്കണം. അല്ലാണ്ട് അത് ഒരിക്കലും കമ്പനിയിലേക്ക് തിരിച്ച് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഒന്നും ഇല്ലല്ലോ. ഇത്ര വർഷത്തിന് ശേഷം കമ്പനിക്ക് ആ ഷെയർ തിരിച്ചു കൊടുത്തേക്കാം എന്നുള്ള ടേംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരിക്കലും ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമുക്ക് ഒരു ചേഞ്ചും വരുത്താനായിട്ട് സാധിക്കില്ല. അത് ഇൻഫ്ലെക്സിബിൾ ആണ്. അതേസമയം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇൻകം, അവർക്ക് ഇതിൽ നിന്നും കിട്ടുന്ന ഇൻകം ഒന്ന് അൺസർട്ടൺ ആണ്. അവർക്ക് ഉറപ്പൊന്നുമില്ല കിട്ടുമെന്നുള്ളത്. ദെൻ അത് ഇറഗുലർ ആയിരിക്കും, കൃത്യ ഒരു ഇടവേളയിൽ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ദെൻ ലോസ് ഓൺ ലിക്വിഡേഷൻ, കമ്പനി എങ്ങാനും പൂട്ടി പോവുകയാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം, ഡെറ്റുകളെല്ലാം തീർത്തതിന് ശേഷം മാത്രമേ ഇക്വിറ്റി ഹോൾഡേഴ്സിന് കിട്ടുകയുള്ളൂ. അപ്പോൾ അവിടെ നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഡിപ്രഷൻ പീരീഡിൽ, എക്കണോമിക് പീരീഡ് വളരെ മോശമായിട്ട് നിൽക്കുന്ന സമയമാണെങ്കിൽ ഇട്ട ഷെയർസിൻ്റെ വാല്യൂ നേരെ ഇടിഞ്ഞു പോകാനും അവരുടെ ക്യാപിറ്റലിന് റിഡക്ഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഇക്വിറ്റി ഷെയർസ്. ദെൻ മൂവിങ് ഓൺ ടു preference shares, we can say that preference shares are shares which carry preferential rights over the equity shares. Equity shares ആർക്ക് കൊടുക്കുന്നതിന് മുൻപ് വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് ക്യാപിറ്റൽ റീപേയ്മെൻറ്റ് കിട്ടുന്ന ആൾക്കാരാണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇവർക്ക് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ മാനേജ്മെൻറ്റിൽ ഇൻവോൾവ് ആവാനും പറ്റില്ല. അതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്തിന് അവരുടെ അഡ്വാൻറ്റേജ്, ഓരോ പ്രിഫറൻസ് ഷെയർസിലും ഈ കൊടുക്കുന്ന ഡിവിഡൻഡ് ഫിക്സഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിക്സഡ് ആയിട്ടുള്ള റിട്ടേൺ അവിടെ ഉണ്ട്. ദെൻ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഈ റിഡീമബിൾ പ്രിഫറൻസ് ഷെയറൊക്കെ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ കമ്പനിക്ക് അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാം. കാരണം അത് ഈ പറയുന്ന പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യാമല്ലോ. റിഡീമബിൾ ആണെങ്കിൽ, ഇഷ്യൂ ചെയ്യുന്നത് റിഡീമബിൾ ആണെങ്കിൽ അത് റിഡീം ചെയ്യുന്നത് വഴി അവർക്ക് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും. ദെൻ ഈ പറയുന്ന പ്രിഫറൻസ് ഷെയർസിന് ഡിവിഡൻറ്റ് കൊടുക്കുന്നില്ല എങ്കിൽ അവിടെ ഇറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് എനി ചാർജ് ഓൺ ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് അവരുടെ മോർഗേജബിൾ അസറ്റ്സ് എല്ലാം പ്രിസർവ് ചെയ്ത് വെക്കാനും പിന്നീട് വല്ല ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കാനായിട്ട് അത് പണയം വെക്കാനും ഒക്കെ ഉപയോഗിക്കാം. അല്ലാണ്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു അസറ്റ്സും മോർഗേജ് ചെയ്തിട്ടില്ല, പണയപ്പെടുത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അസറ്റ് സേഫ് ആണ്. ദെൻ വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രിഫറൻസ് ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഇല്ലാത്തത് കമ്പനിക്ക് നല്ലതാണ്. കാരണം എന്താ, കമ്പനിയുടെ മാനേജ്മെൻറ്റിൽ ഇടപെടാനായിട്ട് അവർ വരില്ല. ദെൻ ലോ റേറ്റിൽ, കമ്പാരിറ്റീവ്ലി ലോ കോസ്റ്റിൽ റേസ് ചെയ്യാൻ പറ്റുന്നൊരു ക്യാപിറ്റലാണ് പ്രിഫറൻസ് ഷെയർ. അതേപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നല്ല വൈഡ് ക്യാപിറ്റൽ മാർക്കറ്റാണ് അവിടെ തുറന്നു കിട്ടുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസ് പ്രിഫറൻസ് ഷെയർസിനുണ്ട്. ബട്ട് അറ്റ് ദി സെയിം ടൈം കമ്പനിക്ക് മാത്രമല്ല ഇൻവെസ്റ്റേഴ്സിനും അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്ന്, ഇക്വിറ്റി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റെഗുലർ ആൻഡ് ഫിക്സ്ഡ് ഇൻകം ഇവിടെ കിട്ടുന്നുണ്ട്. ദെൻ പ്രിഫറൻഷ്യൽ റൈറ്റ്, ഇവിടെ പ്രിഫറൻഷ്യൽ റൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഇക്വിറ്റീസിന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ റീപേയ്മെൻറ്റ് ആദ്യം ഇവർക്കായിരിക്കും കിട്ടുന്നത്.
സോ ദെൻ ഫെയർ സെക്യൂരിറ്റി എന്ന് പറയാൻ കാരണം ഇക്വിറ്റി വെച്ച് നോക്കുമ്പോൾ അവർക്ക് റിസ്ക് കുറവാണ്. അവർക്ക് ഈ പറയുന്ന മാതിരി ഒരു എന്താ പറയുക, പ്രിഫറൻസ് ഷെയർസിന് ഈവൻ പ്രോഫിറ്റ് ഇച്ചിരി കുറഞ്ഞാൽ പോലും ഇവർക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള റേറ്റ് ഓഫ് ഡിവിഡൻഡ് കമ്പനി കൊടുക്കുന്നുണ്ടാവും. ദെൻ നേരത്തെ പറഞ്ഞ പോലെ വോട്ടിംഗ് റൈറ്റ് ഫോർ സേഫ്റ്റി ഓഫ് ഇൻട്രസ്റ്റ്. Preference shares, although carry no voting rights, the preference shareholders can vote on matters directly affecting their rights. നേരത്തെ പറഞ്ഞ പോലെ കമ്പനിയിലേക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള വോട്ടിംഗ് റൈറ്റ്സ് ഇല്ലെങ്കിലും ഇവരുമായി ബന്ധപ്പെട്ട ഇവരുടെ അവകാശത്തിനെ എഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അതിനു വേണ്ടി ഇവർക്ക് വോട്ടിംഗ് പോസിബിൾ ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അവരുടെ ഇൻട്രസ്റ്റിനെതിരായിട്ടുള്ള കാര്യങ്ങളൊന്നും കമ്പനിയിൽ നടക്കാതെ നോക്കാനായിട്ട് അവർക്ക് പറ്റും. ദെൻ ലെസ് റിസ്ക്കിയാണ് കമ്പാരിറ്റീവ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇവിടെ ലെസ് റിസ്ക്കിയാണ്. കാരണം എന്താ, അവർക്ക് റെഗുലർ ആയിട്ടുള്ള ഡിവിഡൻഡ് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതേ സമയം ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഫേസ് ചെയ്യുന്നുണ്ട്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ ഇക്വിറ്റിയുടെ കേസിൽ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി എന്നുള്ളൊരു സാധനം ഇവിടെ നടക്കില്ല. ഇവിടെ റേറ്റ് ഓഫ് ഡിവിഡൻഡ് കൂടുതലാണ്, ഫിനാൻഷ്യൽ ബേർഡൻ ഉണ്ട്. കാരണം ഇവർക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഇവർ ഇല്ലെങ്കിലും പ്രിഫറൻസ് ഹോൾഡേഴ്സുകാർക്ക് പൈസ കൊടുക്കണം. അതുപോലെ തന്നെ അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ ക്രെഡിറ്റ് വർത്തിനെസ് വരാനുള്ള സാധ്യതകളുണ്ട്. കാരണം എന്താ, ഇവർക്ക് ഈ ഡിവിഡൻഡ് കൊടുക്കാനായിട്ടുള്ള ലീഗൽ ഒബ്ലിഗേഷൻസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഡിലേയ്സോ അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കാതെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, കൊടുത്തില്ല എന്നുള്ളത് കൊണ്ടിട്ട് ലീഗൽ ഒബ്ലിഗേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കമ്പനീസ് ഇത് ഡിലേ ഒക്കെ ചെയ്യും. അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കാതെയൊക്കെ ഇരിക്കുന്നാൽ ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് വർത്തിനെസ് ആണ് പോകുന്നത്. ഈ കമ്പനിയിൽ പ്രിഫറൻസ് ഷെയറുകൾ വാങ്ങിയാൽ, ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഈ കമ്പനി കൃത്യമായി അവർ ഉത്തരവാദിത്തത്തോടുകൂടി പൈസ തിരിച്ച് തരുന്നില്ല, ഡിവിഡൻഡുകൾ തിരിച്ച് കിട്ടുന്നില്ല എന്നുള്ള ഒരു മോശപ്പേര്, ഒരു ക്രെഡിറ്റ് വർത്തിനെസ് അവിടെ ഇല്ലാണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഇറോഷൻ ഓഫ് ക്യാഷ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കമ്പൽസറി റിഡംഷൻ. ഇതിനൊരു മെച്യൂരിറ്റിയുടെ സമയത്ത് കമ്പൽസറി ആയിട്ട് പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുമ്പോൾ ചില കേസുകളിൽ അങ്ങനെ റിഡീം ചെയ്യാറുണ്ട്. റിഡീം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പ്രിഫറൻസ് ഷെയറുകാർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസ തിരിച്ചു കൊടുക്കണ്ടേ. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഒരു ഒറ്റയടിക്ക് വലിയ എമൗണ്ടുകൾ കമ്പനിയിൽ നിന്നും ഔട്ട്ഫ്ലോ ചെയ്തു പോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കമ്പനിക്ക് വരുന്ന ഡിസഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ഇൻവെസ്റ്റേഴ്സിനും അതേസമയം കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ല, ഫിക്സഡ് ഇൻകം ഉള്ളൂ എന്ന് പറയാം. അതൊരു നെഗറ്റീവായിട്ട് പറയാനുള്ള കാരണം, ഇപ്പോൾ ഇക്വിറ്റി ഷെയറുകാരെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഡിവിഡൻഡിൽ അതനുസരിച്ച് വ്യത്യാസം വരും, ഹയർ ഡിവിഡൻഡ് കിട്ടും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പ്രോഫിറ്റ് കൂടിയാലും കുറഞ്ഞാലും എത്ര ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആദ്യം ഫിക്സ് ചെയ്ത ഡിവിഡൻഡേ കിട്ടുള്ളൂ. ദെൻ റിഡംഷൻ ആണ്. കമ്പനി ഈ റിഡീമബിൾ പ്രിഫറൻസ് ഷെയറൊക്കെ ആണെങ്കിൽ കമ്പനി ഏത് സമയവും ഈ ഷെയർസ് തിരിച്ച് റിഡീം ചെയ്യാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാവും. ദെൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പനിക്ക് എത്ര സർപ്ലസ് ഉണ്ടായാലും അതിൽ നിന്ന് ഞങ്ങൾക്കൊരു പങ്ക് വേണമെന്ന് ഈ ഷെയർ ഹോൾഡേഴ്സുകാർക്ക് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ കമ്പനി എങ്ങാനും ഇവരുടെ റീപേയ്മെൻറ്റ്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും കമ്പനിയുടെ അസറ്റിൻ്റെ പുറത്ത് ഇവർക്ക് യാതൊരു ഗ്യാരണ്ടിയോ മോർഗേജോ ചാർജുകളോ ഒന്നും ഏൽപ്പിക്കാനായിട്ട് പറ്റില്ല. ഇവരതിൻ്റെ പുറകെ നടക്കാമെന്നല്ലാണ്ട് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് പ്രിഫറൻസ് ഷെയർ. ദെൻ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സോഴ്സ് ഓഫ് ഫണ്ട്, ദാറ്റ് ഇസ് ഡിബെഞ്ചർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് ഡിബെഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിബെഞ്ചർ ഇസ് ആക്ച്വലി acknowledgement of debt issued by a company under a common seal. അതായത് പൈസ വാങ്ങിക്കുന്നു, ഇതൊരു കടമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്, ഡിബെഞ്ചർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് എന്ന് അക്നോളജ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് ഈ ഡിബെഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ കമ്പനി ഇൻവെസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കടത്തിന് ഉള്ള ഒരു എവിഡൻസ് ആയിട്ടാണ് ഈ ഒരു പേപ്പർ അല്ലെങ്കിൽ ഡിബെഞ്ചർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് കൊടുക്കുന്നത്. So now we will see the different types of debentures available. ഇതിലെ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് സിമ്പിൾ ഓർ നേക്കഡ് ഡിബെഞ്ചേഴ്സ് എന്നാണ്. ഇതിന് മറ്റൊരു പേരിൽ അറിയപ്പെടും, ദാറ്റ് ഇസ് അൺസെക്യൂർഡ് ഡിബെഞ്ചേഴ്സ്. ആ പേരിൽ പറയുന്ന പോലെ തന്നെ ഈ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് കമ്പനിയുടെ അസറ്റ്സിൻ്റെ പുറത്ത് ഒരു സെക്യൂരിറ്റിയും ഇല്ല, ഒരു കൊളാട്രലോ അല്ലെങ്കിൽ ഒരു ചാർജോ കമ്പനി അസറ്റ്സിൻ്റെ പുറത്ത് വെക്കാനായിട്ട് സാധിക്കില്ല. നേരെ തിരിച്ച് മോർഗേജ്ഡ് ഡിബെഞ്ചേഴ്സ് അല്ലെങ്കിൽ സെക്യൂർഡ് ഡിബെഞ്ചേഴ്സ് ആണെങ്കിൽ ഇഫ് ഇൻ കേസ് കമ്പനി ഇവരുടെ റീപേയ്മെൻറ്റിന്, അതിപ്പോൾ ഇൻട്രസ്റ്റ് എമൗണ്ട് ആണെങ്കിലും പ്രിൻസിപ്പൽ ആണെങ്കിലും അത് റീപേയ്മെൻറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ ദേ ക്യാൻ ചാർജ് ഓൺ ദി അസറ്റ്സ് ഓഫ് ദി കമ്പനി. ഇനി തേർഡ് വൺ ഇസ് ബെയറർ ഡിബെഞ്ചേഴ്സ്. ഈ ബെയറർ ഡിബെഞ്ചേഴ്സ് എന്ന് പറയുമ്പം ആരുടെ കയ്യിലാണോ ഈ ഡിബെഞ്ചർ ഉള്ളത്, ആരാണോ അത് ബെയർ ചെയ്യുന്നത് അയാൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്ന സാധനമാണ്. ഇതിപ്പോൾ എൻ്റെ പേരിലുള്ള ഞാൻ വാങ്ങിയൊരു ഡിബെഞ്ചർ ആണെങ്കിലും ഇപ്പോൾ അത് നിലവിൽ ആരുടെ കയ്യിലാണോ ഉള്ളത് അവർക്ക് പേയ്മെൻറ്റ്
കമ്പനി കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം അത് അത്ര ഈസിലി ട്രാൻസ്ഫറബിൾ ആണെന്നർത്ഥം. ആർക്കാണോ അത് ഹാൻഡ് ഓവർ ചെയ്യുന്നത് അത് ഒരു രജിസ്ട്രേഷൻ ഡീഡൊന്നും ചെയ്യാതെ തന്നെ രജിസ്റ്റർ ചെയ്ത് കൊടുത്ത് മാറ്റി വേറെ ആളുടെ പേരിലേക്ക് കൊടുക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് അത് കൈമാറിയാൽ തന്നെ അത് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്ന ടൈപ്പ് ഓഫ് ഡിബഞ്ചേഴ്സ് ആണ് ബെയറർ ഡിബഞ്ചേഴ്സ്. ഇനി രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ രജിസ്റ്റർ ഉണ്ടാവും. ആ രജിസ്റ്ററിൽ ആരുടെ പേരാണോ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അവർക്ക് മാത്രമേ കമ്പനി പേയബിൾ ആയിരിക്കുള്ളൂ. ഇത് വെറുതെ കൈമാറിയത് കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിബഞ്ചർ അല്ല രജിസ്റ്റേർഡ് ഡിബഞ്ചർ. ഇനി റിഡീമബിൾ ആൻഡ് ഇറിഡീമബിൾ ഡിബഞ്ചേഴ്സ് ആണ്. റിഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു പെർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞാൽ കമ്പനി ഇത് തിരിച്ചെടുക്കും. റിഡീം ചെയ്തെടുക്കുന്ന ടൈപ്പ് ഓഫ് ഡിബഞ്ചേഴ്സിനെയാണ് നമ്മൾ റിഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴാണോ ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് ആ സമയത്ത് തന്നെ ഇത്ര നാളത്തേക്ക് ഇത്ര പെർട്ടിക്കുലർ പീരീഡിലേക്കാണ് ഇതിൻ്റെ വാലിഡിറ്റി ഉള്ളതെന്ന് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. നേരെ തിരിച്ച് ഇറിഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഒരിക്കലും അത് കമ്പനിക്ക് റിഡീം ചെയ്യാൻ പറ്റില്ല. ലൈഫ് ടൈമിൽ അത് ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും ഡിബഞ്ചേഴ്സ് ഉണ്ടാവുക. ദാറ്റ് ഈസ് റിഡീമബിൾ ഡിബഞ്ചേഴ്സ്. ഇനി കൺവേർട്ടബിൾ ആൻഡ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ആണ്. കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ സർട്ടൻ പീരീഡ് ഓഫ് ടൈം, ഇത് വാങ്ങിയതിന് കുറച്ച് നാൾക്ക് ശേഷം ഒരു സ്പെസിഫൈഡ് പീരീഡിന് ശേഷം ഇത് ഇക്വിറ്റി ഷെയർ ആയിട്ടോ പ്രിഫറൻസ് ഷെയർ ആയിട്ടോ കൺവേർട്ട് ചെയ്യാം. ഇനി നോൺ കൺവേർട്ടബിൾ ആണെങ്കിൽ അങ്ങനെ ഷെയർ ആയിട്ടൊന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഡിബഞ്ചറായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. ദെൻ ഗ്യാരണ്ടീഡ് ഡിബഞ്ചേഴ്സ് ആണ്. ഗ്യാരണ്ടീഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ these debentures on which the payment of interest and principal are guaranteed by third parties. ഒരു ബാങ്ക് പോലെ അല്ലെങ്കിൽ ഒരു മറ്റേതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കമ്പനിക്കൊപ്പം ഒരു തേർഡ് പാർട്ടി ഗ്യാരണ്ടി ആയിട്ട് ഉണ്ടാവും. അതായത് കമ്പനി പേ ചെയ്തില്ലെങ്കിൽ ബാങ്ക് പേ ചെയ്തോളാം എന്നൊരു തേർഡ് പാർട്ടി, ബാങ്ക് പോലെ ഒരു തേർഡ് പാർട്ടി ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ടാവും. ലാസ്റ്റ് വൺ കൊളാട്രൽ ഡിബഞ്ചർ ആണ്. ഇവിടെ കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്തിന് ഒരു കൊളാട്രൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിബഞ്ചർ ആയിരിക്കും. അതായത് ഒരു കമ്പനി ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നു. ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ എ ഫേവർ ഓഫ് എ ലെൻഡർ ഓഫ് മണി, ജനറലി ബാങ്ക്സ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് കൊളാട്രൽ സെക്യൂരിറ്റി. ഒരു കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ടായിരിക്കും ഇങ്ങനത്തെ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവുക. സോ ദീസ് ആർ ദി 10 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ്. ഓക്കെ, ഇപ്പം നമ്മൾ 2 ടൈപ്പ് ഓഫ് ഷെയർസും ഒരു ഡിബഞ്ചറുമാണ് പറഞ്ഞത്. അപ്പോൾ പൊതുവേ ഇപ്പോൾ ഇക്വിറ്റിയും പ്രിഫറൻസ് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, ഷെയറുകളും ഡിബഞ്ചറും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് അറിഞ്ഞിരിക്കാം. ഷെയർസ് എന്ന് പറയുമ്പം ഓൺഡ് ക്യാപിറ്റൽ, ഓണേഴ്സ് ക്യാപിറ്റൽ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, കമ്പനിയിലേക്ക് ഒരു ലോൺ കൊടുക്കുന്ന പോലെ. അത് ക്യാപിറ്റൽ ആവില്ല, അതൊരു ലോണാണ്, ഒരു ബാധ്യതയായിട്ട് മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബോത്ത് ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്യാപിറ്റൽ റേസ് ത്രൂ ദ സോഴ്സസ്. ഇനി സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ ഓണേഴ്സ് ആയിരിക്കും. അതപ്പോൾ ഏത് ഷെയർ ആയിരിക്കും? ഓബിയസ്ലി ഇക്വിറ്റി ഷെയർസ് ആയിരിക്കും. ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് ആണ്, കമ്പനിക്ക് കടം കൊടുത്ത ആളുകൾ മാത്രമേ ആവുള്ളൂ. അതേപോലെ ഷെയർസിൻ്റെ കേസിൽ അതിന് ഒരു സെക്യൂരിറ്റി ഒന്നുമില്ല അല്ലേ, ഒരു അസറ്റിൻ്റെ പുറത്തൊന്നും പണയം വെച്ചിട്ടോ കമ്പനി ഒരു ഗ്യാരണ്ടിയും കൊടുക്കാതെ ഇഷ്യൂ ചെയ്യുന്ന സാധനമാണ് ഇക്വിറ്റി അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ്. പക്ഷേ ഡിബഞ്ചേഴ്സ് അങ്ങനെയല്ല, ദേ ആർ സെക്യൂർഡ് ബൈ അസറ്റ്സ്. ഓൺലി അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സിൽ മാത്രമേ ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി ഇല്ലാതെ ഉള്ളൂ. ബാക്കി എല്ലാ കൈൻഡ് ഓഫ് ഡിബഞ്ചേഴ്സിലും സെക്യൂർഡ് ആണ്, അസറ്റ് വെച്ച് സെക്യൂർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇനി അതേപോലെ ഷെയർസിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കൃത്യമായി. അതിപ്പോൾ പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യില്ല, ഇക്വിറ്റി ഷെയർസ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഡിവിഡൻറ്റിൻ്റെ എമൗണ്ട് വ്യത്യാസം ഉണ്ടാവും. കിട്ടിയാൽ പറയാൻ കിട്ടിയെന്ന്, കിട്ടിയാൽ തന്നെ എത്ര കിട്ടും, എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വർഷവും ഒരേ സമയത്ത് ഒരേ എമൗണ്ടിൽ കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഡിബഞ്ചേഴ്സ് അങ്ങനെയല്ല, ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് കൃത്യമായിട്ട് പേ ചെയ്തിട്ടുണ്ടാവും. ദെൻ ഇൻട്രസ്റ്റ് ഈ പറയുന്ന റിട്ടേൺ കൊടുക്കുന്നത് ഷെയർസിന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ റിട്ടേൺ കൊടുക്കുകയുള്ളൂ ഫോർ ദി ഇക്വിറ്റി ഷെയർസ്. പക്ഷേ ഡിബഞ്ചേഴ്സിന് അങ്ങനെയല്ല, പ്രോഫിറ്റ് ഇല്ലെങ്കിലും കമ്പനി ഡിബഞ്ചേഴ്സിന് ഇൻട്രസ്റ്റുകൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവണം. ദെൻ വോട്ടിംഗ് റൈറ്റ്സിൻ്റെ കേസിൽ ആർക്ക് മാത്രമേ വോട്ടിംഗ് റൈറ്റ്സ് ഉള്ളൂ? ഷെയർസിൽ മാത്രമേ വോട്ടിംഗ് റൈറ്റ്സ് ഉള്ളൂ. ഇക്വിറ്റി ഷെയർസിനാണ് വോട്ടിംഗ് റൈറ്റ്സ് ഉള്ളത്, ഡിബഞ്ചേഴ്സിന് വോട്ടിംഗ് റൈറ്റ്സ് ഒന്നുമില്ല. സോ മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ടോപ്പിക്, ദിസ് ഈസ് ഓൾസോ എ സോഴ്സ് ഓഫ് ഫണ്ട് ഫോർ എ ബിസിനസ്. പ്ലവിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ റീറ്റെയിൻഡ് പ്രോഫിറ്റ്, ഓൾറെഡി ഉണ്ടായ ലാഭത്തിൽ നിന്നും കമ്പനിയിലേക്ക് തന്നെ തിരിച്ച് റീറ്റെയിൻ ചെയ്ത് വെക്കുന്ന ഒരു രീതി. സോ ഉണ്ടായ പ്രോഫിറ്റും കമ്പനിക്ക് ഭാവിയിലേക്കുള്ളൊരു സോഴ്സ് ഓഫ് ഫണ്ടായിട്ട് കണക്കാക്കേണ്ടി വരും അല്ലേ. അപ്പോൾ പ്ലവിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി എ ടെക്നിക് അണ്ടർ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വെയർ ഓൾ ദ പ്രോഫിറ്റ്സ് ഓഫ് ദ കമ്പനി ആർ നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഡിവിഡൻഡ്. പകരം എന്ത് ചെയ്യും, അതിൻ്റെ ഒരു പാർട്ട് മാത്രം
ഡിവിഡൻ്റായിട്ട് കൊടുക്കുകയും ബാക്കി ഭാഗം കമ്പനിയിൽ റീറ്റെയിൻ ചെയ്യുകയും ഫ്യൂച്ചർ ബിസിനസ്സിലേക്ക് വേണ്ടി തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതിനെയാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് അല്ലെങ്കിൽ പ്ലവിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്, അതും അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് എന്ന് പറയുന്നത് അവനവൻ തന്നെ സ്വന്തം പൈസയിൽ നിന്ന് എടുത്ത് അവനവനെ തന്നെ ഫിനാൻസ് ചെയ്യുന്ന ഒരു രീതി, അതാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയാം. സോ റീറ്റെയിൻഡ് ഏർണിങ്സ് ചെയ്യുമ്പോൾ കമ്പനീസിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. കമ്പനിക്ക് മാത്രമല്ല ഇൻവെസ്റ്റേഴ്സിനും അഡ്വാൻറ്റേജസ് ഉണ്ട്. കമ്പനിക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഏറ്റവും കോസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ചിലവേ ഇല്ല അല്ലേ. അവനവൻ ഉണ്ടാക്കിയ ലാഭത്തിൽ നിന്ന് എടുത്ത് ബിസിനസ്സിലേക്ക് തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് യാതൊരു ചിലവുമില്ല. പക്ഷേ മറ്റേ കേസുകളിൽ അങ്ങനെയല്ല. ഇക്വിറ്റി ഷെയർ ആണെങ്കിലും ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാനാണെങ്കിലും പ്രിഫറൻസ് ഷെയറിനാണെങ്കിലും ലോൺ എടുക്കാനാണെങ്കിലും ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ചിലവാകും, കോസ്റ്റ് ഉള്ള ക്യാപിറ്റലുകളാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഏറ്റവും എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു വേ ഓഫ് ഫിനാൻസിങ് ആണ്. അതുപോലെ തന്നെ സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നമ്മുടെ കയ്യിൽ പ്രോഫിറ്റിൽ നിന്ന് കിട്ടുന്നത് നമ്മൾ കുറച്ച് റീറ്റെയിൻ ചെയ്ത് വെച്ച് ബിസിനസ്സിലേക്ക് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുകയും ബിസിനസ്സിൻ്റെ വളർച്ചയെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഡിവിഡൻഡ് നമുക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കും. സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഡിവിഡൻഡ് പോളിസി ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഫിനാൻഷ്യൽ ഫ്ലെക്സിബിലിറ്റി, നേരത്തെ പറഞ്ഞ പോലെ പുറമേ നിന്നുള്ള ക്യാപിറ്റൽസ് എടുക്കുന്നതിനേക്കാളും നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അവനവൻ തന്നെ ഏൺ ചെയ്ത പൈസ, കമ്പനി ഏൺ ചെയ്ത പൈസ കമ്പനിയിലേക്ക് തന്നെ തിരിച്ചെടുക്കുന്നത്. ദെൻ ഇംപ്രൂവ്സ് ക്രെഡിറ്റ് വർത്ത്നെസ്, നമുക്ക് അധികം ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് കൃത്യമായിട്ട് വീട്ടാനായിട്ട് ഈ പ്രോഫിറ്റ് തിരിച്ച് റീറ്റെയിൻ ചെയ്യുമ്പോൾ സാധിക്കും. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു പബ്ലിക് ട്രസ്റ്റാണ് അവിടെ ഉണ്ടാവുന്നത്. അധികം ഡെറ്റ് ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ദെൻ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് ഷോക്സിന്, അതായത് ബിസിനസ്സിൽ എവിടെയെങ്കിലും ഡ്രോപ്സ് ഉണ്ടായാൽ, ബിസിനസ്സിൽ എവിടെയെങ്കിലും തളർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ പറയുന്ന റീറ്റെയിൻഡ് പ്രോഫിറ്റ് സഹായിക്കും. അതേപോലെ തന്നെ ഹെൽപ്സ് ഇൻ ഫിനാൻസിങ് റാഷണലൈസേഷൻ സ്കീംസ്, മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇഷ്യൂസ് വന്നാൽ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടും ഈ പറയുന്ന റീറ്റെയിൻഡ് ഏർണിങ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. ഇനി അതേസമയം കമ്പനിയുടെ തന്നെ പൈസ റീറ്റെയിൻ ചെയ്യുമ്പോൾ കമ്പനിക്ക് മാത്രമല്ല ബെനിഫിറ്റ്സ് ഉള്ളത്, ഇൻവെസ്റ്റേഴ്സിന്. ഇപ്പോൾ ഇൻവെസ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്? കമ്പനിയിൽ പല തരത്തിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക്, എസ്പെഷ്യലി ഷെയർ ഹോൾഡേഴ്സിന് എന്തൊക്കെ ഗുണങ്ങളാണുള്ളതെന്ന് ചോദിച്ചാൽ, ഒന്ന്, അവർക്ക് സേഫ് ആൻഡ് സ്റ്റേബിൾ ഡിവിഡൻഡ് കിട്ടും. കാരണം കമ്പനിയുടെ വളർച്ചയ്ക്ക് തടസ്സം വരുന്നില്ല, കൃത്യമായിട്ട് കമ്പനിയിൽ ഓപ്പറേഷൻസ് നടന്നു പോകുന്നുണ്ട്, കമ്പനി മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരിട്ട ക്യാപിറ്റൽ സേഫ് ആവുകയും അവർക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഡിവിഡൻഡ് കിട്ടുകയും ചെയ്യും. ദെൻ കമ്പനി നന്നായിക്കൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഷെയർസിൻ്റെ വാല്യൂ, മാർക്കറ്റ് വാല്യൂ കൂടും. അതേപോലെ തന്നെ ഈ ഷെയർസ് വെച്ചിട്ട് തന്നെ അവർക്ക് പുതിയ ബോറോവിങ്സ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം കമ്പനി വളരെ പ്രോഫിറ്റബിളായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, കമ്പനി വളരെ ഗ്രോത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് റീറ്റെയിൻഡ് പ്രോഫിറ്റ്. സോ ഇത്രയും നമ്മൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം നമ്മൾ പറഞ്ഞു, മിക്ക സോഴ്സ് ഓഫ് ക്യാപിറ്റലുകൾക്കും കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, വാട്ട് ഡു യു മീൻ ബൈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. സോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് ദി മിനിമം റിട്ടേൺ എ കമ്പനി മസ്റ്റ് ഏൺ ഓൺ ഇറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് to satisfy its investors and maintain its market value. ഒരു കമ്പനി അവരുടെ ഇൻവെസ്റ്റേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയും അവരുടെ മാർക്കറ്റ് വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയും അവരിട്ട ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിലും ഏൺ ചെയ്യേണ്ട മിനിമം റിട്ടേണിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നൊരു സംഗതി എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഹെൽപ്സ് യു ഇവാലുവേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസ്. ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പോകുന്നതിന് മുൻപ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആ കോസ്റ്റ് നോക്കിയിട്ട് വേണം, എത്ര കോസ്റ്റ് ഉണ്ടാകും ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ യു ഷുഡ് നോ how much is the cost of capital. Then it will act as a benchmark for measuring profitability. നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് തിരിച്ച് നമുക്ക് റിട്ടേൺ കിട്ടിയെന്ന് വിചാരിക്കുക. പക്ഷേ ഈ റിട്ടേൺ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയണമെങ്കിൽ അവിടെയും യു ഷുഡ് നോ വാട്ട് വാസ് യുവർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ആ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മൈനസ് ചെയ്ത് നോക്കിയാലേ നമുക്ക് പ്രോഫിറ്റബിൾ ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഒരു നല്ല ക്യാപിറ്റൽ സ്ട്രക്ചർ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെയും ഓരോ സോഴ്സസിൻ്റെയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൃത്യമായിട്ട് അറിയുകയും മനസ്സിലാക്കുകയും വേണം. ദെൻ ഇറ്റ് വിൽ അസിസ്റ്റ് യു in preparing good dividend policies and financing policies. Dividend decisions എടുക്കാനും ഫിനാൻസിങ് decisions എടുക്കാനും ഇൻവെസ്റ്റ്മെൻറ്റ് decisions എടുക്കാനും ഒക്കെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അത്യാവശ്യമാണ്. ആൻഡ് ദിസ് വിൽ ഡെഫിനറ്റ്ലി ഇംപ്രൂവ്സ് ദി ഇൻവെസ്റ്റർ കോൺഫിഡൻസ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറവാണ് എന്ന് കണ്ടാൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. കാരണം എനിവേസ് ഇതിന് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറവാണ്. സോ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് കൂട്ടുന്നൊരു സാധനം കൂടിയാണ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറവാകുക എന്നുള്ളതിനേക്കാൾ ഉപരി കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ പറ്റി കൃത്യമായിട്ടുള്ളൊരു
ധാരണ ഉണ്ടെങ്കിൽ തന്നെയും ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ്മെൻറ്റ് കോൺഫിഡൻസ് അവിടെ കൂടുകയാണ് ചെയ്യണത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് the different sources of finances. Thank you for listening.